ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി നല്ലോണം സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും കാര്യമായിട്ട് ഉറക്കം അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. ചെറിയൊരു ടയർഡ്നെസ് കൂടിക്കഴിഞ്ഞാൽ ഉറങ്ങാനൊരു ചെറിയ ബുദ്ധിമുട്ട് വരുമല്ലോ. പിന്നെ ചെറുതായിട്ടൊരു സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം കാരണം ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. എന്നാലും ഉറക്കത്തിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ ഇങ്ങനെ പുറത്ത് ചന്നം പിന്നെ മഴ പെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നേ. അതാണ് ഞാൻ രാവിലെ എണീറ്റുടനെ പോയിട്ട് ജനൽ തുറന്ന് നോക്കിയത്, മഴ പെയ്തിട്ടുണ്ടോ എന്ന്. കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാനുള്ളൊരു ഫീൽ ഇപ്പോൾ വന്നു. പക്ഷെ നമുക്കിന്ന് അത്രയും സമയമില്ല. നമുക്ക് കുറച്ച് സ്ഥലം വരെ പോകാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ടുണ്ടെന്ന്. ഇന്ന് ഞാൻ കാര്യമായിട്ട് ഈ ഒരു ബെഡ് വിരിച്ച് വെക്കുന്നതും ഈ ഒരു തലോണ എടുത്ത് വെക്കുന്നതൊക്കെ വെറുതെയാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാളും രീതികളുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. അമ്മ പിന്നാലെ വന്ന് ഇതൊക്കെ ഒന്നും കൂടെ ഒതുക്കും. എണീറ്റുടനെ ബെയിലിൻ്റെ അടുത്തൊരു ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. രാത്രി നല്ലോണം സുഖമായിട്ട് ഉറങ്ങിയതിൻ്റെ ക്ഷീണത്തിൽ ബെയിലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ കുറച്ച് നേരം കൂടെ നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങും കേട്ടോ. ആ ഒരു സമയമാണത്. അമ്മ അതേ അങ്ങോട്ട് തറവാട്ടിലോട്ട് പോവുകയാണ്. ഞാൻ പോയിട്ട് ബെയിലിയുടെ ഉറക്കം നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്ത് ബെയിലിനെ ചൊറിഞ്ഞെണീപ്പിച്ചു. ബെയിലിക്ക് വല്ലാതെ സ്നേഹം അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് എണീറ്റ് ദേ ഈ സ്റ്റെപ്പിൽ വന്ന് കിടന്നു. മാത്രമല്ല കേട്ടോ, ബെയിലിൻ്റെ മെയിൻ സ്ഥലം ഈ ഒരു സ്റ്റെപ്പാണ്. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എണീറ്റ് വന്നപ്പോഴേ നല്ല അടിപൊളി മഴയുണ്ടായിരുന്നു കേട്ടോ. കുറേ കാലം ഈ ഒരു ഫീല് കിട്ടിയിട്ട്. നമ്മൾ നല്ല മഴയത്ത് കിടന്നുറങ്ങുക, രാവിലെ എണീറ്റ് വരുമ്പോൾ മുറ്റൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുക, അതൊരു പ്രത്യേക ഫീലാണ്. അധിക നേരം ആ ഫീൽ ആസ്വദിച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് പുറത്തു പോകണം. ചാർലുണ്ട്. നമുക്കിന്ന് കോഴിക്കോട് പോകണം കേട്ടോ. കോഴിക്കോട് പോയിട്ട് നമുക്ക് വിഷ്ണുവിൻ്റെ പേരൻസിനെയൊക്കെ ഒന്ന് കാണാം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും വിഷ്ണുവിൻ്റെ പേരൻസിനെ. കാരണം ഇപ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു 6-7 മാസം മുന്നേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും വിഷ്ണുവിൻ്റെ പേരൻസിനെയും കൂടെ നമുക്കൊന്ന് ഒരുമിച്ച് കാണാം. ഇന്ന് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഇറങ്ങണം എന്നാണ് വിചാരിക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു വരും കേട്ടോ. കാരണം ഞാൻ നാട്ടിലോട്ട് വരാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ തൊട്ട് പറയുന്നില്ല, ഞാൻ പറയാമെന്ന്. മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ വല്യച്ഛൻ്റെ 84ാം പിറന്നാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലോട്ട് വന്നത് തന്നെ. ഞാൻ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ റീസണാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്നത്. ഞാൻ വല്യച്ഛൻ എന്നാണ് വിളിക്കാറ്. അപ്പോൾ വല്യച്ഛൻ്റെ 84ാം പിറന്നാളാണ് ഈ വരുന്ന 20-ാം തീയതി. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പിന്നെ കിടക്കാം കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നു. ഇവിടെ പിറന്നാളിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നമുക്ക് ഒരുമിച്ച് പോയി കോഴിക്കോട് കുറച്ച് ലഞ്ചൊക്കെ കഴിച്ച് പേരൻസ് ഉണ്ടാക്കുന്ന ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഈവനിങ് ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ആവട്ടെ. ചെറിയൊരു മഴയുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. ഒന്ന് അമ്മമ്മ എടുത്ത് പോകണം രാവിലെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ ഇലക്ട്രിക് ബ്രഷ് നിലത്ത് വീടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഹെഡ് ഊരി മാറ്റിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ബേസ് പോർഷൻ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് പുതിയ ബ്രഷ് വാങ്ങിയിട്ടാണ് ഇപ്പോൾ പല്ല് വെച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തല ഇതിൽ ചെറുതായി കട്ടായി പോയി. പക്ഷേ ബെയിലിയുടെ ആക്ഷൻ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നില്ലേ. നമ്മൾ ആംസ്റ്റർഡാമിൽ നിന്ന് കൊടുന്ന ഒരു സ്നാക്ക് ഞാൻ ബെയിലിക്ക് കൊടുത്തതാണ് കേട്ടോ. അവിടുന്ന് വരുമ്പോൾ പാക്കിങ്ങിനിടയിൽ സമയം കിട്ടാത്തൊരു സംഗതിയായിരുന്നു. മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു പാക്ക് ഇടൽ. ഇപ്പം ബ്രഷ് ചെയ്തുടനെ അത് ചെയ്തു കേട്ടോ. അമ്മയും അച്ഛനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനും പോയി കഴിക്കട്ടെ. നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയാണ്. ഒരു പണിയെടുക്കാതെ നമ്മൾ ടേബിളിൽ പോയിരിക്കുന്നു. ചപ്പാത്തി മുട്ടക്കറി കഴിച്ച് തിരിച്ചു വരണം. ഓക്കെ, ഇതാണ് നേരത്തെ പറഞ്ഞ ചപ്പാത്തിയും മുട്ടക്കറിയും. അപ്പം ഞാൻ പോയി കഴിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ മുന്നേ സ്ഥിരമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന കോർണറാണ് ഇത്, സ്കൂളിൽ പോണതിൻ്റെയൊക്കെ മുന്നേ. പക്ഷെ ഇപ്പോൾ അവിടെ അവനാണ്. അതുകൊണ്ട് എനിക്കിരിക്കാൻ ഓപ്ഷനില്ല. നമുക്ക് ടേബിളിൽ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാളും ക്ലീനിങ് ഭ്രാന്താണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ മുന്നേ പോയി കഴിഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാലും അമ്മയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല. എന്നിട്ട് എല്ലാവരും കഴിച്ച് പോയി കഴിഞ്ഞാൽ അമ്മ വന്ന് പിന്നെയും ഫുൾ ക്ലീൻ ചെയ്യും. ഇപ്പോൾ എന്തോ അമ്മ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ എൻ്റെ ക്ലീനിങ് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ക്ലീനിങ് മാത്രം അമ്മ അപ്രൂവ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ പോകാൻ വേണ്ടി റെഡിയായി. ചേട്ടാ ഇവിടെ നിന്ന് റെഡി ചെയ്താട്ടോ. ഞാൻ ഒന്നും കൂടെ അമ്മമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വളാഞ്ചേരി ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്. അതായത് നമ്മളിങ്ങനെ കുറച്ച് നടന്ന് താഴത്തോട്ടായതുകൊണ്ട് നമ്മൾ താത്തേ വീട് എന്നാണ് പറയാറ്. പിന്നെ ഈ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ അനിയത്തിയുടെ വീട്. പിന്നെ ഈ കാണുന്നതാണ് തറവാട്. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. ഞാൻ അമ്മമ്മേനെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങട്ടെ. കാക്ക നല്ല കരച്ചിലാണ്. അമ്മയും അച്ഛനും ദേ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ താഴെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. വീട്ടിൽ ബെയിലിക്കേ ഒരു ബോയ് ഫ്രണ്ട് അയക്കുന്നു. ഇപ്പോൾ ഒരു നമ്മുടെ ഇവിടുത്തെ നാടൻ പട്ടി. അപ്പോൾ അതുകൊണ്ട് ബെയിലിനെ ഇപ്പോൾ കൂട്ടിലിടുക ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ ആ പട്ടിയല്ല നായ്ക്ക് വല്ല അസുഖം ഉണ്ടോന്നുണ്ടെങ്കിൽ ബെയിലിക്കും വരില്ലേ. അപ്പോൾ അതുകൊണ്ട് ബോയ് ഫ്രണ്ടിനായിട്ട് സമ്പർക്കം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പൂട്ടിയിടും. എന്നിട്ട് ഇപ്പോൾ ചേച്ചി വരും അമ്മേനെ ഹെൽപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ചേച്ചിയാണ് പിന്നെ ബെയിലിനെ തുറന്നു വിട്ട്
നോക്കാറ്. അല്ലെങ്കിൽ സുഖമായിട്ട് പുറത്ത് നടന്നിരുന്നായിരുന്നു. കയ്യിലിരിപ്പ് ശരിയല്ല, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 20 മിനിറ്റായി. 20 മിനിറ്റിൽ അമ്മ മിനിമം ഒരു 10 തവണ ഉറങ്ങിയിട്ട് എണീക്കും, പിന്നെ ഉറങ്ങും. അപ്പോൾ ഈ ഒരു റോഡ് പണി നടക്കുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. സാധാരണ എടുക്കുന്ന സമയത്തെക്കാളും ഒരു 1.5 മണിക്കൂർ കൂടുതൽ എടുക്കും. 2-2.5 മണിക്കൂർ എടുക്കും ഇപ്പോൾ കോഴിക്കോട് എത്താൻ എന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛാ, അപ്പോൾ ഞങ്ങളൊരു യാത്രയിലാണ്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എത്തുന്നുണ്ടായിരിക്കും കോഴിക്കോട്. ഞാൻ നല്ല അടിപൊളി ഉറക്കമായിരുന്നു കേട്ടോ. എൻ്റെ കൂർക്കമ്പലി ഇടയ്ക്കിടയ്ക്ക് തന്നെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂർക്കമ്പലി എനിക്കെന്നെ ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ഞാൻ ഉറക്കത്തിനെണീറ്റ്. അത്രയും ദിവസം നല്ല ടയേർഡായിട്ടുള്ള കുറേ ഉറക്കം ഉറങ്ങി തീർത്തത് ഇപ്പോൾ ഈ ഒരു കോഴിക്കോട് യാത്രയിലായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴൊക്കെ നമ്മൾ വിഷ്ണുവിൻ്റെ വീട്ടിലെത്തി. വിഷ്ണുവിൻ്റെ വീടിൻ്റെ പേരെന്താണെന്നറിയോ? അക്ഷരം. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞില്ലേ, ഇത്തവണ എന്തോ എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ 1.5 കൊല്ലമായി ഇവിടെ വന്നിട്ട് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര ഒരു ഗ്യാപ്പ് എടുത്ത് വന്ന പോലെ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഞാൻ സ്ഥിരം വരുന്ന സ്ഥലങ്ങളിൽ ഒന്നും കൂടെ വന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മുടെ 2 വീടും നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ളൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത് 2 വീട്ടിലും ഇഷ്ടം പോലെ പൂക്കളുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അമ്മയ്ക്കും അച്ഛനും കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഞാൻ ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒരു 6 മാസത്തിന് ശേഷം കണ്ടു കേട്ടോ. ഇവരവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അമ്മ സെപ്റ്റംബറിലല്ലേ വന്നിട്ടുണ്ടായിരുന്ന? ഒക്ടോബർ, നവംബർ. 6 മാസം ആവണേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അമ്മയുടെ ഡ്രൈവിംഗ് സ്കിൽ ഇന്ന് ഇറങ്ങി കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മ സർജറി ഒക്കെ കഴിഞ്ഞ് അമ്മ കിടപ്പിലായിരുന്നു. വിഷ്ണുവിന് അമ്മേനെ അതേ അനുകരിക്കേണ്ടിരുന്നുള്ളതുകൊണ്ടേ അത് കഴിഞ്ഞപ്പോ വിഷ്ണു സർജറിയിൽ ഒന്ന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. ഒരേ സർജറി മത്സരം. അതെ. അപ്പൊ ഇപ്പൊ നമ്മള് പാരഗണിൽ പോയിട്ട് ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഭയങ്കര പ്രൗഡും ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അമ്മ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കും കേട്ടോ. അതും ഭയങ്കര കൂളായിട്ട്. വലിയ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ അമ്മ എപ്പോഴും വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും അതിൽ ഞാൻ ഭയങ്കര സൂപ്പർ പ്രൗഡാണ്. അങ്ങനെ അമ്മ വണ്ടി ഓടിച്ച് നമ്മൾ ഫോറം മോളിലെത്തി. വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. അത് പിക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ബിരിയാണിയൊക്കെ വാങ്ങിച്ചു വന്നു. കഴിക്കട്ടെ കേട്ടോ, നല്ലോണം വിശക്കുണ്ട്. സമയം ഇപ്പോൾ 1:45 എനിക്ക് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണല്ലോ ഇങ്ങനെയൊക്കെ. നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 1-2 പേരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്നൊക്കെ വന്ന് പറഞ്ഞ് സംസാരിച്ചു. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമല്ല അത് എന്നുള്ളത്. അതുകൊണ്ടൊരു ഭയങ്കര സന്തോഷം. അങ്ങനെ കാണുന്നുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ ആ ഫീലിലൊക്കെ നിർവൃതി അടങ്ങിക്കൊണ്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുള്ളത്. ശരിക്ക് ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്, ഞാൻ വന്നിട്ട് അമ്മേനെയും അച്ഛനെയും പിക്ക് ചെയ്ത് നമ്മൾ 5 പേരും കൂടെ പോയി ഇവിടെ ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നല്ല വെറൈറ്റി ആയിട്ട് ഒരു ഫുഡൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ കഴിച്ചിട്ടായിരുന്നു, ഗോകുലം മോളിൽ. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഇവിടെ അമ്മമ്മേനെ നോക്കാൻ നിൽക്കുന്ന ചേച്ചി ഇന്ന് പോയി. അമ്മമ്മയ്ക്ക് വയസ്സായതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട്, വിഷ്ണുവിൻ്റെ അമ്മമ്മയ്ക്ക് കുറച്ച് വയസ്സായതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മമ്മേനെ പുതിയ വന്ന ആളുടെ അടുത്ത് എത്ര അമ്മമ്മ മിങ്കിൾ ചെയ്യുന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് തൽക്കാലം ഇങ്ങോട്ട് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് പിക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ടായത്. തൽക്കാലം ഇനി പോയി പ്ലേറ്റൊക്കെ എടുത്ത് കഴിക്കണം, നല്ലോണം വിശക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ വീട് പ്രോപ്പർ കാലിക്കറ്റ് ടൗണിൽ നിന്ന് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് റെസ്റ്റോറൻറ്റ് വേണമെന്ന് നോക്കിയാൽ മതി. അവർ വീട്ടിൽ കൊടുന്ന് ഡെലിവറി തരും, അല്ലെങ്കിൽ നമുക്ക് വേഗം പോയി പിക്ക് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഇത്തവണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോക്കസ് മോളിലുള്ള ഗ്രില്ലില്ലേ, അവിടെ നിന്നായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം വർത്താനമൊക്കെ ഇരുന്ന് പറഞ്ഞു കേട്ടോ. വിഷ്ണുവിൻ്റെ അമ്മ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എൻ്റെ അമ്മ അധികം സംസാരിക്കാത്ത ഒരാളാണ്. എന്നാലും ഇവർ 2 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് അവർ സംസാരിക്കാറുണ്ട്. ഒരുപാട് നേരം നമുക്കിവിടെ ഇരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എൻ്റെ പ്ലാൻ നമ്മളെല്ലാവരും കൂടെ പുറത്തു പോകുന്നു. പിന്നെ എനിക്ക് എന്തായാലും ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. വെല്ലച്ചൻ്റെ 84-ാം പരിപാടിക്ക് ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് ഞാൻ ഇന്ന് വാങ്ങിക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് പോണത് കേട്ടോ. ഇനി നേരെ പോണത് എനിക്കൊരു പാർട്ടി വെയർ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പാർട്ടി വെയറിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ വരും സമയങ്ങളിൽ പറയാം. തൽക്കാലം ഇപ്പോൾ ഇവിടുത്തെ കല്യാണിലാണ് പോണത്. വിഷ്ണുവിൻ്റെ അമ്മ പറഞ്ഞു കല്യാണിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം അവിടെ പോയിട്ട് നമുക്ക് സാരിയോ അല്ലെങ്കിൽ സൽവാറോ അങ്ങനത്തെ എന്തെങ്കിലും, എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് എന്താ ഇടുക എന്നുള്ളൊരു വലിയ ഐഡിയ ഇല്ല. മുന്നേ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ആകുമ്പോഴേ എങ്ങനത്തെ നന്നാവുക, എന്താ നല്ലത്, എന്താ ഇപ്പോൾ ഈ ട്രെൻഡ് എന്നൊക്കെ അറിയാമല്ലോ. ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ മിന്ത്രയിൽ നിന്നൊരു ബ്ലൗസ് ഓർഡർ ചെയ്തതുണ്ട്, ഒരു ബ്ലാക്ക് ബ്ലൗസ്. അതിന് മാച്ച് ചെയ്ത രീതിയിൽ ഒരു സാരി കിട്ടുമോ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുരിദാറോ സൽവാറോ അങ്ങനെ എന്തെങ്കിലും റേറ്റ് കൊടുക്കാം.
ആദ്യമായിട്ടാണ് ഞാൻ കോഴിക്കോടിലെ കല്യാൺ സിൽക്സിൽ വരുന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എങ്ങനത്തെ സാരിയാണോ അതോ ഞാൻ സൽവാറാണോ എന്താ എടുക്കുന്നതെന്നുള്ളത്. പക്ഷേ എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു രേഷ്മയായിരുന്നു കേട്ടോ. രേഷ്മ ഇവിടുത്തെ സ്റ്റാഫാണ്. കഴിഞ്ഞ ഒരു 8 കൊല്ലമായിട്ട് രേഷ്മ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര പ്ലസൻ്റായി, ഭയങ്കര നമ്മുടെ കൺസേൺസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് എനിക്ക് വേണ്ടതുപോലെ എല്ലാം പറഞ്ഞു തന്നിട്ടാണ് എനിക്കൊരു ഐഡിയ തന്നെ കിട്ടിയത് എങ്ങനത്തെ ഡ്രസ്സും സാരിയൊക്കെയാണ് ഞാൻ എടുക്കേണ്ടതെന്നുള്ളത്. ഞാൻ അത്യാവശ്യം നല്ല ഷോപ്പിങ്ങിന് ടൈം എടുക്കുന്ന ഒരാളാണ്. പക്ഷെ വളരെയധികം ലിസൺ ചെയ്ത് എന്നെ ശ്രദ്ധിച്ച് എൻ്റെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് രേഷ്മ എനിക്ക് സാരി എല്ലാം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എനിക്ക് പറയണം തോന്നിയതാണ്. എനിക്ക് ഭയങ്കര പ്ലസൻ്റായിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ജോലി എടുക്കുന്ന ഒരാളെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവർക്ക് തന്നെ താഴെ ഒരു ചെറിയ സെഷൻ ഉണ്ടായിരുന്നു. അവിടെ വന്നപ്പോഴും എൻ്റെ ഒപ്പം വന്ന് എല്ലാം മാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്ലസൻ്റായി എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. സോ ചില ആൾക്കാരുടെ ഒപ്പം നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗുഡ് ഫീൽ ഉണ്ടെങ്കിൽ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഫീലിങ്ങോട് കൂടെയാണ് ഞാൻ കല്യാൺ സിൽക്സിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് കല്യാണം ഇറങ്ങി ഉടനെ പറഞ്ഞതായിരുന്നു എന്ത് രസമായിട്ടാണല്ലോ കുട്ടിയുടെ ജോലി ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്തതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സാരിയും ഒരു ബ്ലൗസും ഞാൻ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, എൻ്റെ ഓർഡർ പ്ലേസ് ആയില്ല, പക്ഷെ പൈസ പോയി എന്നുള്ള അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കല്യാണിന് 2 സാരി എടുത്തിട്ടുണ്ട്. അങ്ങനെ സാരിയൊക്കെ എടുത്ത് ആവശ്യത്തിലേറെ സന്തോഷമായിട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് 2 അവക്കാദോ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു അവക്കാദോ ടോസ്റ്റ് ഉണ്ടാക്കി തരുമെന്ന്. ആദ്യമായിട്ടാണ് അമ്മ എന്നോട് കാര്യം ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുന്നത്. ഉണ്ടാക്കാനുള്ള ടൈം ഈ 2-3 ദിവസത്തിൽ ഫംഗ്ഷൻ ആവുകൊണ്ട് ഉണ്ടായിരിക്കുമെന്ന് അറിയില്ല. എന്നാലും നമ്മളൊരു 3 അവക്കാദോ വാങ്ങി അതിനുശേഷം തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് കോഴിക്കോടും പലഹാരങ്ങളും കൂടെ കഴിച്ചു. ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി കേട്ടോ. ഞാൻ നമ്മുടെ വാർഡ്രോബ് കാണിച്ചിട്ട് ഇത് നമ്മുടെ പഴയ ഡ്രസ്സുകൾ വയ്ക്കുന്ന വാർഡ്രോബാണ് കേട്ടോ. തുറന്ന് കാണിക്കാമ്മ. ഞാൻ എന്തുകൊണ്ടാണ് ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ ചോദിക്കാറില്ലേ? കണ്ടല്ലേ എന്ത് അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി എടുത്ത് തുറക്കോ ആ സൈഡ് തുറക്കോ. നല്ലതാണല്ലോ. ഇതാണ് നമ്മൾ വൃത്തിയല്ല എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അകത്ത് നമ്മുടെ പുതിയ ഡ്രസ്സുള്ള വാർഡ്രോബുണ്ട്, അതാണ് കേട്ടോ. ഞാൻ പോകാൻ പറ്റില്ല, അമ്മ ഉറങ്ങാൻ പോവാണ്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ കേട്ടോ. കുറച്ച് ലോങ് വ്ളോഗായി പോയോ എന്നൊരു സംശയമുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കട്ടെ എത്ര സമയമുണ്ട് എന്നുള്ളത്. ഇന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, നെതർലാൻഡ്സിലാവുന്ന സമയത്ത് നമ്മൾ വ്ളോഗ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫീഡ്ബാക്കും കാര്യങ്ങളും ഒന്നും അങ്ങനെ അധികം കിട്ടാറില്ല. പക്ഷെ ഇന്ന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ വ്ളോഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് സംസാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനെ ആൾക്കാർ അംഗീകരിക്കുക, അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഐ ഫെൽറ്റ് സോ ഹാപ്പി. ആൻഡ് വന്ന് സംസാരിച്ച എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച്. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും നല്ല സമയം ഞാൻ നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മളോട് അവസാനിപ്പിക്കുന്നു. നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. എന്നും അത് ഞാൻ എൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സ്വസ്നേഹം, തനി മലയാളി. ടാറ്റാ.